തിരിച്ചടി തുടരും, ആക്രമണം തുടരും. നേരത്തെ പറഞ്ഞതുപോലെ അവർ വലിയൊരു ദൗത്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. കാരണം ഇറാന്റെ പരമോന്നത നേതാവിനെ അടക്കം, ഇറാന്റെ ഭരണകൂടത്തെ അടക്കം കൊലപ്പെടുത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. വളരെ കൃത്യമായി തന്നെ പ്രിസിഷൻ അറ്റാക്കിലൂടെ അവർ യോഗം കൂടിയ സ്ഥലത്ത് അവിടെ എത്തുകയും ഒരു ഇറാനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ മൊത്തം വധിക്കുകയും മറ്റും ചെയ്തു. ആക്രമണം തുടരും. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ടെഹ്റാനിൽ മാത്രമല്ല മറ്റു മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ മധ്യമേഖലയിലുള്ള ഇറാൻ മാത്രമല്ല, ഇപ്പോൾ വടക്ക് പടിഞ്ഞാറൻ മേഖല, അതുപോലെ തന്നെ തെക്കൻ മേഖല, അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ US ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. US-ന് പുറമെ ഇസ്രായേലും ആക്രമണം നിലവിൽ കടുപ്പിച്ചിട്ടുണ്ട്. ടെഹ്റാനിൽ നിരന്തരം സ്ഫോടന ശബ്ദങ്ങളും മറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല മിസൈലുകളും അവിടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ വന്ന് പതിക്കുന്ന അവസ്ഥയുണ്ട്. ഇന്നലെ ഇസ്രായേൽ വ്യക്തമാക്കിയത് ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ആക്രമിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ആ വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട് ഓഫ് ടെഹ്റാനിലെ അറ്റാക്ക് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ US വ്യക്തമാക്കിയ ഒരു കാര്യം, ഇതുവരെ ഇറാനകത്തുള്ള 1000 ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾക്ക് ആക്രമണം നടത്താൻ സാധിച്ചു. 1000 ലക്ഷ്യസ്ഥാനത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്രമണമാണ് US നടത്തിയത് എന്നാണ് അവർ പറയുന്നത്. ഇതിൽ പലതരം നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടെഹ്റാനിലുള്ള ഗാന്ധി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ, പിന്നെ നാഷണൽ റേഡിയോയുടെ കെട്ടിടം, പിന്നെ ടെലിവിഷൻ ആസ്ഥാനം തുടങ്ങി വിവിധ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഈ ആക്രമണം നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയി മാത്രമല്ല, അവരുടെ ഉന്നത തലത്തിലുള്ള 40 പ്രധാന നേതാക്കളെ ഇതിനോടകം തന്നെ വധിക്കാൻ US-ന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും കൊന്നുകൊണ്ടാണ് US-ന്റെ ഒരു നീക്കമെന്ന് പറയുന്നത്. അതിനിടെ ഈ ഇറാന് തൊട്ടടുത്ത് കിടക്കുന്ന ഇപ്പോൾ US-ന്റെ കപ്പലുകളെയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സൈനിക ബേസുകളുമാണ് പ്രധാനമായിട്ടും ഇറാന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് നേരിട്ട് ആക്രമണം നടത്താൻ പറ്റുന്നത് ഇസ്രായേലിലേക്കാണ്. അപ്പോൾ ഇസ്രായേലിലേക്ക് ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം അത് ഒന്ന് കടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം അവിടെയുള്ള ചില നഗരങ്ങളിലെങ്കിലും ചെറിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. പല മിസൈലുകളും അവർ തങ്ങളുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ വെടിവെച്ച് ഇട്ടു, അത് ന്യൂട്രലൈസ് ചെയ്തു. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ചില പ്രശ്നങ്ങൾ ഇസ്രായേലിന് പറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ടെൽ അവീവ്, അതുപോലെ ഹൈഫ, അതുപോലെ ബെയ്റ്റ് ഷമേഷ് തുടങ്ങി വിവിധ നഗരങ്ങളിൽ ആക്രമണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 9 മരണങ്ങളാണ് നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നത് ഇസ്രായേലിൽ നിന്ന്. കഴിഞ്ഞ ദിവസം 1 മരണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഈ ആക്രമണം കൂടുതൽ കടുത്ത പശ്ചാത്തലത്തിൽ നിലവിൽ 9 മരണം ഇസ്രായേലിലുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്, അത് സ്ഥിരീകരിക്കാനാകുന്നത്. അതുപോലെ തന്നെ കുവൈറ്റിലേക്ക് ഒരു മിസൈൽ വർഷം അത് ഇപ്പോൾ കൂടുതൽ കടുത്തിട്ടുണ്ട്. കൂടുതൽ മിസൈലുകൾ ഉൾപ്പെടെ കുവൈറ്റിലുള്ള US ബേസുകളെ കേന്ദ്രീകരിച്ച് ഇറാൻ തൊടുത്തുവിട്ടു എന്നാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അജയ്. കാരണം അമേരിക്കയെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇറാൻ ഒരിക്കലും തയ്യാറാകുന്നില്ല. ഇസ്രായേലിൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. 9-10 മരണം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ ഗൾഫ് മേഖലകളിൽ, UAE മേഖലകളിൽ രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള UAE കൗൺസിലൊക്കെ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് തീരുമാനമെടുത്തത് ഇതിനെ കൂട്ടായി പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇനിയും ഗൾഫ് മേഖലയിലേക്ക് അറ്റാക്ക് തുടർന്നാൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകും. ഒപ്പം ഒരുപാട് പ്രതിസന്ധികൾ ആ മേഖലയിൽ സൃഷ്ടിക്കപ്പെടും. ദുബായ് പോലെ ഏറ്റവും സേഫാണ് എന്ന് പറയപ്പെടുന്ന രാജ്യം പോലും, അവിടുത്തെ ജനങ്ങൾ പോലും ഇപ്പോൾ ആക്രമണ ഭീതിയിലാണ്. ചില്ലറ പ്രതിസന്ധിയല്ല ആ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. അത് വീണ്ടും തുടരുമെന്ന് തന്നെയാണോ ഇപ്പോൾ ഇറാൻ പറയുന്നത്? തീർച്ചയായിട്ടും ഈ US ബേസുകളുടെ നാശം കാണാതെ തങ്ങൾ അടങ്ങില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് തീർച്ചയായിട്ടും ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാൻ അവരുടെ റിസർവ്ഡ് ഫോഴ്സിലുള്ള കൂടുതൽ സൈനികരെ ഈ IRGCയുടെ ഭാഗമായി ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇറാനെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ ഈ നിർബന്ധിത സൈനിക അഭ്യാസം അത് നടപ്പിലാക്കിയ ഒരു രാജ്യമാണ്. ഇത്
ഇതനുസരിച്ച് അവരുടെ IRGC-യിലുള്ളത് മൊത്തം അംഗങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ 8 ലക്ഷം അംഗങ്ങൾ IRGC-യുടെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ 2 ലക്ഷം സൈനികരാണ് നിലവിൽ ഈ യുദ്ധരംഗത്തുള്ളതെങ്കിലും മറ്റ് 6 ലക്ഷം ആളുകളെ അവർക്ക് ഏത് സമയം വേണമെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സേനയിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത്തരമൊരു ഓപ്പറേഷനാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തെ തുടർന്ന് രാഷ്ട്രീയ മേഖലയിൽ അവർ പലതരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന IRGC-യുടെ കാര്യത്തിൽ അതൊരു ഭീഷണി തന്നെ. അത് US-നും ഇസ്രായേലിനും അത് വലിയൊരു ഭീഷണി തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് ഒരു പാമ്പിനോട് ആണ് IRGC-യെ ഉപമിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം US-ന് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു IRGC-യുടെ ആസ്ഥാനം തകർക്കാനായത്. ആസ്ഥാനം തകർത്ത് നിരവധി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കൊലപ്പെടുത്താൻ സാധിച്ചു. പക്ഷേ കൃത്യമായൊരു സംവിധാനത്തിലൂടെ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന IRGC അത് അവിടുത്തെ ഭരണം കൈയാളുന്ന നേതാക്കളെക്കാൾ മുന്നിൽ നിന്ന് ഈ യുദ്ധം നയിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് അവിടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയിട്ടും പല പ്രമുഖ ഉദ്യോഗസ്ഥരെ അവരുടെ പ്രതിരോധ മന്ത്രി, അതുപോലെ IRGC-യുടെ കമാൻഡർ, അതുപോലെ മുൻ ചീഫ് കമാൻഡർ, അതുപോലെ സെക്യൂരിറ്റി ഇൻചാർജ് ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ട് പല ആളുകളെ കൊന്നിട്ടും ഇവർ ഇപ്പോഴും പ്രവർത്തനം തുടരുന്നത് ഇവരുടെ ഈ ഒരു ഘടന കൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല പലതരത്തിലുള്ള ഒരു കാര്യങ്ങൾ, ഈ ഒരു നിർബന്ധിത മതവിദ്യാഭ്യാസം, ഈ ഒരു മതത്തിലൂടെയുള്ള ഇതിൻ്റെ ഒരു മൊത്തം വ്യാഖ്യാനം, ഇതെല്ലാം അവരെ കൂടുതൽ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ആയിട്ട് ഒരു സഹായകരമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഇസ്രായേലിലടക്കം ഈ ആക്രമണം കൂടുതൽ കടുക്കുന്ന പശ്ചാത്തലമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുവൈറ്റിൽ ഇപ്പോൾ നിരവധി മിസൈലുകൾ വെടിവെച്ചിട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പിന്നെ സൗദിയിൽ അടക്കം ഇപ്പോൾ നിരവധി മിസൈലുകൾ പോയിട്ടുണ്ട്. GCC രാജ്യങ്ങളുടെ ഒരു യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുണ്ട്, GCC കൗൺസിൽ. അപ്പോൾ ഈ GCC കൗൺസിൽ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ സംയമനം പാലിക്കണം, ചർച്ചകളിലേക്ക് കടക്കണം, ഇല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം തന്നെ, ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് GCC കൗൺസിൽ വ്യക്തമാക്കിയ ഒരു കാര്യം. ഒമാനിൽ ആക്രമണം നടത്താതെ ഈ ഇറാൻ മാറി നിന്നെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒമാനിലും ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഒമാൻ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണം എന്നതാണ് ഒമാൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഒരു ചരക്ക് ഗതാഗതം അത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വളരെ മന്ദഗതിയിലായിരുന്നു. പല ഷിപ്പിംഗ് കമ്പനികളും അതുവഴിയുള്ള ഗതാഗത നീക്കം അത് പൂർണ്ണമായി നിരോധിക്കുന്ന അവസ്ഥയുണ്ടായി. ഇറാൻ ഇതുവഴി കപ്പലോടാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ്. ഇതിൻ്റെ മുന്നറിയിപ്പായി അവർ കഴിഞ്ഞ ദിവസം 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതുവഴിയുള്ള ഈ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര തലത്തിൽ കൂടുന്ന ഒരവസ്ഥ എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏഷ്യ മാർക്കറ്റിൽ അത് 7% കൂടി $78.25 ബില്യൺ പെർ ബാരൽ എന്നുള്ള നിരക്കിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ US ട്രേഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ നിരക്കിൽ 7.3% കൂടി $71.93 പെർ ബാരൽ എന്നുള്ള ഒരു നിരക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എണ്ണവില ഇപ്പോൾ നിലവിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയതോടുകൂടി കൂടുതൽ കമ്പനികൾ ഇതുവഴി ഗതാഗതം തുടരാൻ മടിക്കും. ഇതുവഴിയുള്ള എണ്ണ ഇറക്കുമതി അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലോകത്ത് തന്നെ വലിയൊരു എണ്ണ വിപണന മാർക്കറ്റാണ് ഈ ഗൾഫ് മേഖല എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ഓയിൽ ട്രേഡിൻ്റെ 25% നിയന്ത്രിക്കുന്നത് ഇത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.